അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് സാംസ്കാരിക നഗരമായ തൃശൂരിൽ ഇന്ന് അരങ്ങുണരും. 8 ദിവസങ്ങൾ നീളുന്ന മേളയിൽ 3 വേദികളിലായി 15 നാടകങ്ങളാണ് ആസ്വാദകരെ കാത്തിരിക്കുന്നത്. നാടകോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം സംഗീത നാടക അക്കാദമിയിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. നാടകപ്രേമികളുടെ ഹൃദയങ്ങളിലേക്ക് പ്രതിരോധത്തിന്റെ സംസ്കാരങ്ങൾ എന്ന പ്രമേയവുമായാണ് 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് സാംസ്കാരിക നഗരി ഒരുങ്ങുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഒരു വേള ഇറ്റ്ഫോക്ക് ഉപേക്ഷിക്കുമെന്ന പ്രചാരണമുണ്ടായതോടെ ശക്തമായ എതിർപ്പാണ് കലാസ്വാദകരിൽ നിന്നും നാടകപ്രേമികളിൽ നിന്നും ഉയർന്നത്. എതിർപ്പുകൾ ഊർജ്ജമായി മാറിയതും ഇത്തവണത്തെ നാടകോത്സവത്തിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. നാടകം എല്ലാ കാലത്തും ആധിപത്യ വ്യവസ്ഥക്കെതിരായി ഉറച്ചു നിന്നിട്ടുള്ള ഒരു കലാരൂപമാണ്. അതുകൊണ്ട് സംസ്കാരത്തിൻ്റെ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ ജനാധിപത്യത്തെയും സമത്വത്തെയും സാമൂഹ്യനീതിയെയും ഒക്കെ ശക്തിപ്പെടുത്താൻ എങ്ങനെ നാടകം പോലൊരു കല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി തീരുന്നു എന്നതിനു കൂടെ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒത്തുചേരുന്നത്. സംഗീത നാടക അക്കാദമിയിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടനത്തോടെ മേളയ്ക്ക് ഔദ്യോഗികമായി തുടക്കമാകും. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ തെന്നിന്ത്യൻ സിനിമാ താരവും തിയേറ്റർ ആർട്ടിസ്റ്റുമായ എം നാസർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, പി ബാലചന്ദ്രൻ MLA, കലക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവരും സംസാരിക്കും. ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്ന് വരുന്ന മനുഷ്യർ തൃശ്ശൂരിൽ ഈ 8 നാൾ കൊണ്ട് പരസ്പരം ഇടപെടുകയും ഒപ്പം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും പരവിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും അവഗണനയുടെയും ഒക്കെ ഒരു കാലത്തിനെ എങ്ങനെയാണ് സ്നേഹം കൊണ്ട് മറികടക്കാനാവുക? പ്രമേയത്തോട് നീതി പുലർത്തുന്ന വ്യത്യസ്തതകളെ ഉൾക്കൊണ്ട് രാജ്യാന്തര പ്രശസ്തി നേടിയ 15 നാടകങ്ങളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈജിപ്ത്, റഷ്യ, ഹംഗറി, ശ്രീലങ്ക, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 5 വിദേശ നാടകങ്ങളാണ് മേളയുടെ ഭാഗമായി അരങ്ങേറുക. 8 ദിവസങ്ങൾ 3 വേദികളിലായി നടക്കുന്ന 34 പ്രദർശനങ്ങൾക്കൊപ്പം രാജ്യാന്തര ഇന്ത്യൻ നാടക പ്രവർത്തകരുടെ സംവാദ സദസ്സും സംഗീത നൃത്തനിശകളും നാടകോത്സവത്തിന്റെ ഭാഗമാകും. പ്രശസ്ത ഇന്ത്യൻ നാടകകൃത്തുക്കളായ ഗിരീഷ് കർണാടിന്റെ ഹയവദനയും അനുരൂപ റോയിയുടെ ദ നൈറ്റ്സുമാണ് ആദ്യ ദിവസം വേദികളിലെത്തുക. ന്യൂസ് മലയാളം, തൃശൂർ.